അവഹേളനങ്ങളും അനുഭവങ്ങളും ഹരിതകർമ്മ സേനയിൽ അംഗമായ ബിന്ദു സജീവ് പാട്ടിലേക്ക് മാറ്റി. 4 ഭിത്തികൾക്കുള്ളിൽ നിന്ന് പാടിയ ഈ വരികൾ 4.5 വർഷത്തെ അനുഭവങ്ങളായിരുന്നു. ആദ്യമായൊന്നങ്ങിറങ്ങി ഞങ്ങളാദ്യമായി ചെന്നങ്ങിറങ്ങി, നാട്ടിലും വീട്ടിലും എത്തി അന്ന് ഏറെ പറഞ്ഞങ്ങു നോക്കി. ഞങ്ങളങ്ങെത്തുന്ന നേരം അന്ന് പാത്തും പതുങ്ങിയും നോക്കി, ഏറെ സമയവും നിന്നു ഞങ്ങൾ നെട്ടോട്ടമോടി വലഞ്ഞു. ജീവിതത്തിലും ജോലിയിലും നേരിട്ട പൊള്ളിക്കുന്ന പ്രതിസന്ധികളുടെയും അവഹേളനങ്ങളുടെയും നേർക്കാഴ്ചയാണ് പാട്ടിന്റെ വരികളിലുള്ളത്. പൊയ്യ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷം 12ഓളം പാട്ടുകളാണ് ബിന്ദു എഴുതി ചിട്ടപ്പെടുത്തി പാടിയിട്ടുള്ളത്. സങ്കടമേറെയുമായി അങ്ങ് ഇട്ടേച്ചു പോകുവാൻ തോന്നി, എങ്കിലും ഞങ്ങള് നിന്നു ഇത് നാടിന്റെ നന്മയ്ക്കയല്ലേ. പല പാട്ടുകളും MCF വിട്ട് പഞ്ചായത്തിലെ ആഘോഷങ്ങളിലേക്ക് എത്താറുണ്ട്. 4.5 വർഷത്തെ ദുരിതങ്ങളുടെയും ദുരനുഭവങ്ങളുടെയും കഥ പറയുന്ന പുതിയ പാട്ടിപ്പോൾ MCF വിട്ട് പുറത്തു കടക്കുകയാണ്. സാഹചര്യത്തിനനുസരിച്ച് വരികൾ എഴുതാൻ അരമണിക്കൂർ തന്നെ ധാരാളം മതിയാകുമെന്നും പലപ്പോഴും നാടൻ പാട്ടിന്റെ ഈണം മൂളിയാണ് പാട്ടെഴുതുന്നതെന്നും ബിന്ദു സജീവ് പറഞ്ഞു. ഹരിതകർമ്മസേനയിൽ വന്നിട്ട് ഒരു 4 വർഷം കഴിഞ്ഞ് 4 വർഷത്തെ അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ പാട്ടാണത്. ഒരു 10-12 പാട്ടോളം ഹരിതകർമ്മസേന തന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് ഓരോ അവസരങ്ങളിൽ ഞങ്ങളിങ്ങനെ പാടാറുണ്ട്. MCFൽ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിൽ ബിന്ദുവിന്റെ പാട്ടിനൊപ്പം കൂടെയുള്ളവരും താളം പിടിച്ചു പാടും. കൊറോണ എന്നൊരു രോഗം അന്ന് ആകെ പടർന്നൊരു നേരം, വീട്ടിലിരിക്കാതെ ഞങ്ങൾ അന്ന് നാട്ടിലിറങ്ങി നടന്നു. മാലിന്യക്കെട്ടുകൾ കണ്ടു അന്ന് നെഞ്ചു തകർന്നൊരു നേരം, വാശിയിൽ ഞങ്ങൾ തിരഞ്ഞു അപ്പോൾ കിട്ടിയതല്ലോ തെളിവും. ഈ പാട്ടും താളവും ജോലി അനായാസമാക്കുമെന്നാണ് കൂടെയുള്ളവർ പറയുന്നത്. ലഹരിക്കെതിരെയുള്ള പാട്ടുകളും എഴുതി പാടിയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള പാട്ടെഴുതിയാണ് തുടക്കം. പിന്നീട് അങ്കനവാടിയിൽ ഏതാനും നാൾ അധ്യാപികയായി ജോലി ചെയ്തപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പാട്ടെഴുതി പാടുന്ന ശീലമുണ്ടായിരുന്നു. എന്നാൽ ഹരിതകർമ്മ സേനയിലെത്തിയ ശേഷമാണ് എഴുതുന്ന പാട്ടുകൾ പൊതുവേദികളിൽ പാടാറുള്ളത്. നാട്ടുകാർ ഒന്നിച്ചു നിന്നാൽ ഇന്ന് നാടിനെ മാറ്റിയെടുക്കാം. കേരളം എന്നൊരു നാടാ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. TCV ന്യൂസ്, മാള.